ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൽസ എക്സ്പ്ലെയിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ക്യാഷ് ഷീൽഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാഷ് ഷീൽഡിൽ വരുന്ന 2 ഇന്റർവ്യൂസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് പ്രീ ക്യാസ് ഇന്റർവ്യൂ ആൻഡ് ചില കുട്ടികൾക്ക് മാത്രം ഇംഗ്ലീഷ് ഇന്റർവ്യൂവും ക്യാഷ് ഷീൽഡിൽ വരാറുണ്ട്. സോ എന്താണ് പ്രീ ക്യാസ് ഇന്റർവ്യൂ? പ്രീ ക്യാസ് ഇന്റർവ്യൂവിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് UK ചൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ കോഴ്സ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു നോർമലി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന കുട്ടിക്ക് സംസാരിച്ച് തീർക്കാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ ഒരു പ്രീ ക്യാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്രീ ക്യാസ് ഇന്റർവ്യൂ പലപ്പോഴും റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും വരുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി 30 മിനിറ്റ്സും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റും ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ഇനീഷ്യലി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ പാസ്പോർട്ട് വെരിഫിക്കേഷനകത്ത് ഒരു ക്യാപ്ച കാണിക്കുന്നുണ്ടാവും. ആ ക്യാപ്ച പല കുട്ടികളും ഒന്നിച്ച് വായിക്കാറുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് സ്പെൽ ഔട്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പം XYZW എന്നാണെങ്കിൽ അത് സ്പെൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പലപ്പോഴും കാണുന്ന ഒരു മിസ്റ്റേക്കാണ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ മറ്റൊരു മിസ്റ്റേക്കാണ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ് കൂടുതൽ വായിക്കുന്നത്. അതായത് 30 സെക്കൻഡ് മാത്രം ക്വസ്റ്റ്യൻ വായിക്കുക. വൺസ് നമ്മൾ ആൻസർ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇൻ ബിറ്റ്വീൻ പിന്നീട് ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി പോകരുത്. സോ അപ്പോൾ അതും നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആ 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടും പ്രോപ്പറായിട്ടും ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. സോ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വിസ റിഫ്യൂസൽസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ 90% സ്റ്റുഡൻസും ആദ്യമായിട്ടായിരിക്കും വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പം പ്രീവിയസ് വിസ റിഫ്യൂസൽസ് ഇല്ല എന്ന് പറയുക. അതോടൊപ്പം തന്നെ അത് ആ ഒരൊറ്റ സെന്റൻസിൽ നിർത്താണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കൂടി ആ ഒരു 1 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീ ക്യാസ് ഇന്റർവ്യൂവിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ആൻഡ് ദ മെയിൻ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ് മാത്രം വായിക്കുക, 1 മിനിറ്റിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ കൊടുക്കുക. ഇനി മറ്റൊരെണ്ണെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇന്റർവ്യൂ ആണ്. ചില ഇംഗ്ലീഷ് ഇന്റർവ്യൂസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീ റെക്കോർഡഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് 30 സെക്കൻഡ്സ് ക്വസ്റ്റ്യൻസും 1 മിനിറ്റ് ആൻസറും ആയിരിക്കും. അതങ്ങനെ തന്നെ ചെയ്താൽ മതി, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ പേഴ്സൺ ആയിട്ട് ഫാക്കൽറ്റി തന്നെ ഇംഗ്ലീഷ് ഇന്റർവ്യൂ നടത്താറുണ്ട്. അതിൻ്റെ അകത്തും ഇതുവരെ കണ്ടേക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നത്. അതായത് അവരെന്തെങ്കിലും ഒരു കാഷ്വൽ ടോക്കിലേക്ക് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടീനോട് ഈ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ വീട്ടിലൊരു റോസ് പ്ലാന്റ് ഉണ്ടോ, അത് എത്ര നാളായിട്ട് അവിടെ ഉണ്ട്, അങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ്. പിന്നെ ഇപ്പോൾ നമ്മളൊരു ഹോബി പറയുകയാണ് ബോക്സിങ്, അപ്പോൾ എന്താണ് ബോക്സിങ്, എത്ര നാളായിട്ട് പഠിക്കുന്നു, അങ്ങനെയുള്ളൊരു ബേസിക്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് മാത്രമാണ് ഇംഗ്ലീഷ് ഇന്റർവ്യൂവിൻ്റെ അകത്ത് നോക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒരുപാട് കുട്ടികൾ ഫെയിൽ ആവാറുണ്ട്, വീണ്ടും വീണ്ടും ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് മുന്നേ ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ടൈമും അതുപോലെ ആൻസർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കിയാൽ മാത്രമേ ഇത് റെക്കോർഡ് ആവുള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ അഡ്മിഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രീ ക്യാസ് ഇന്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഓഫീസ് കൊച്ചിയിലാണ് വരുന്നത്. എപ്പോൾ വേണമെങ്കിൽ നമ്മളെ വന്ന് മീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിന് ത്രൂ ഔട്ട് സപ്പോർട്ട് നമ്മളുണ്ടാവും. കോഴ്സ് സെലക്ട് ചെയ്യുന്നത് തൊട്ട് നിങ്ങളുടെ എല്ലാ അഡ്മിഷൻ പ്രോസസ്സിലും റൈറ്റ് വേർഡ്സിൻ്റെ ടീം ഉണ്ടാവും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.